പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആശംസ പ്രസംഗം നടത്തുന്നതിനായി മാനിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായ ഏകോപാധ്യായ എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷൻ ജില്ലായുടെ പ്രസിഡന്റിന്റെ വിചാരം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ MLA PK മുരളി അവർ, മാണിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ്, സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ഷാജു, മെമ്പർ അനി, മാണിക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുനിൽ, BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ കുടികൊള്ള, വേദിയിലും സഹസ്രീകരിക്കുന്ന ബഹുമാനികൾ. ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം ഞാൻ ഇതിനെ കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ബോർഡിരിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രവർത്തനം ഈ ഇഫ്താർ സംഗമവും വിതരണവുമായി ബന്ധപ്പെട്ട് മുജാവ് വിളിക്കുമ്പോഴാണ് മുജാവാണ് ഇതിൻ്റെ പ്രസിഡന്റെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്തായാലും നമ്മുടെ പ്രദേശത്ത് ഇത്തരത്തിൽ ഏറ്റവും അർഹമായ ഈ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ പ്രദേശത്തുള്ള പാവങ്ങളും കൂടി ചേർത്ത് നടത്തിയതിൽ ഞങ്ങളെ കൂടി സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ് മുജാബ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ മാമലപുരത്തിൻ്റെ MLA DK മുരളി സർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, എന്തായാലും നല്ലൊരു ജീവകാര്യ പ്രവർത്തനമാണ് ജലാനി സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഗമമായി എന്തായാലും നമുക്ക് അറിയാം, നമ്മുടെ ഈ നാട്ടിലെ ഒരുപാട് പാവങ്ങൾ, പട്ടിണി പാവങ്ങൾ, നമുക്കറിയാം, നല്ല ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത, അതുപോലെ അശങ്ങളില്ലാത്ത, സഹായത്തിനാളില്ലാത്ത അങ്ങനെ ഒത്തിരി പാവങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നത്. അപ്പം അവർക്കൊരു കൈത്താങ്ങായി എന്തായാലും ഈ ജലാനി ഒരു സംഗമം ഉച്ചത്തിന് വളരെ സന്തോഷം. അവരെ നമ്മളിപ്പോൾ നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ട് അവരെ ഇവിടെ പുറത്തിണക്കിക്കൊണ്ട് അവരെ അന്യനല്ല എന്ന ഒരു ഉത്തമ ബോധം അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം, ഈ ഒരു ചാരിറ്റി പ്രവർത്തനം ഇവിടെ നടത്തുന്നത്. എന്തായാലും ആ നടത്തുന്നതിന് എന്നെ വിളിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഈ ജലാനി സ്റ്റഡി സെന്ററിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുരേഷ്, ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഈ ഇഫ്താർ സംഘവും വിതരണവും ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ MLA, ഏതെങ്കിലും സദസ്സിൽ വിളിക്കുന്ന ബഹുമാനികൾ, നമ്മുടെ പ്രദേശത്ത് ഇത്തരത്തിലൊരു ഇഫ്താർ സംഘവും റിലീഫ് വിതരണവും ആദ്യമായിട്ടാണ്. എന്നിരുന്നാലും അതിൻ്റെ ഈ ജലാനി സ്റ്റഡി സെന്ററിന്റെ പ്രവർത്തനം സംബന്ധിച്ചും മറ്റും വിശദമായി തന്നെ ഇത് സ്വാഗതം പറഞ്ഞ സ്വാഗത പ്രാസംഗം അധ്യക്ഷനും മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നാലും ഇത്തരത്തിലുള്ള സൗഹാർദ്ദത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ ഒരു സംഗമം കൂടി ആക്കാൻ ഈ ഒരു ഇഫ്താർ സംഗമത്തിനും വിതരണത്തിനും കൂടി സംഘടിപ്പിച്ച ജലാനി സ്റ്റഡി സെന്ററിന് ഗ്രാമപഞ്ചായത്തുകളുടെ പേരിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി എന്നെ കൂടി ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. CPIയുടെ മാനിക്കൽ ലോക്കൽ സെക്രട്ടറി കൂടിയായ സുനിൽ. പ്രിയമുള്ള അധ്യക്ഷൻ, മറ്റ് വേദിയിലും സദസ്സിലൊക്കെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ജലാനി സ്റ്റഡി സെന്ററിന്റെ ഭാഗമായി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഇഫ്താർ സംഗമം, അതിൻ്റെ ആ നോട്ടീസ് കാണുമ്പോൾ ഏറെ അഭിമാനമാണ് നമുക്ക് തോന്നുന്നത്. മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകളില്ല എന്നുള്ള ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ജാതിക്കും മതത്തിനും വർഗത്തിനും ചിന്തകൾക്ക് അതീതമായുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ജലാനി സ്റ്റഡി സെന്റർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പ്രദേശത്ത് ഒക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ജാതി
ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ ഈ കോമാളി വേഷങ്ങളൊക്കെ തന്നെ നമുക്ക് ഇല്ലാതാക്കുവാൻ, പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ, വരും കാലങ്ങളിൽ മനുഷ്യത്വമാണ് എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നതെന്നുള്ള ബോധം പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ പ്രയാണത്തിന്, അവരുടെ പ്രയത്നത്തിന് വരും കാലങ്ങളിൽ നമുക്ക് ഈ പ്രദേശം, ഈ യോഗം നടക്കുന്ന പ്രദേശം, ഇഫ്താർ നടക്കുന്ന പ്രദേശം മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും ഒരുപക്ഷെ ക്രിസ്മസും അതേപോലെ തന്നെ മറ്റാഘോഷങ്ങളൊക്കെ വരുമ്പോൾ ക്ഷേത്രഗോപുരത്തിൽ നക്ഷത്ര വിളക്കുകൾ കൊടുക്കുന്ന ഒരു പ്രദേശമാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ നബിദിന ഘോഷയാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുന്ന ക്ഷേത്രമാണ് ഈ പ്രദേശത്തുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്ഷേത്ര പള്ളികളുടെ വകുപ്പ് സ്വീകരിക്കുന്ന ക്രിസ്ത്യൻ പള്ളിയാണ് ഈ പ്രദേശത്തുള്ളത് ഓർമ്മിച്ചുകൊണ്ട് വരും കാലങ്ങളിലും അത്തരത്തിലുള്ള മതസഹിഷ്ണുതയും മതസൗഹാർദ്ദവും കൂട്ടിയുറപ്പിക്കുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മ അതിനുവേണ്ടി തുടരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ഭാവങ്ങളും തന്നുകൊണ്ട് അവസാനിപ്പിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പൊതുവന്ധ്യങ്ങൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ ശ്രീ മുജാബ് KI, ഇവിടെ ഈ റിവ്യൂ വിതരണവും ഈ ഇഫ്താർ എന്നതിൻ്റെ സംഗമവും ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനായ MLA DK മർദി അവർ, വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികൾ, മറ്റ് മത നേതാക്കന്മാർ, മറ്റ് പ്രിയമുള്ള നാട്ടുകാർ, ഈ ഇഫ്താർ സംഗമവും റിവ്യൂ വിതരണവും ഇവിടെ സംഘടിപ്പിച്ച ഏകദേശം അത് കഴിയാറായി. നേരത്തെ എത്താൻ കഴിയാത്തത് ഇതിനു മുമ്പ് ഏറ്റിട്ടുള്ള 1-2 പരിപാടികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ സംഘാടകരോട് പറഞ്ഞിരുന്നു. നേരത്തെ എത്താൻ കഴിയാത്തതിന് ക്ഷമാപണം നടത്തുന്നു. ഒപ്പം ഇത്തരത്തിലൊരു സാഹോദര്യം അല്ലെങ്കിൽ ഈ പുണ്യമാസത്തിൽ ഇത്തരത്തിലൊക്കെ കൂടി ഈ നാടിൻ്റെ ഒരു സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഈ സംഘാടകരെ പഞ്ചായത്തിന്റെ പേരിലും നാടിന്റെ പേരിലും ഞാൻ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. ഒപ്പം എന്നെ കൂടി ഈ പരിപാടിക്ക് വിളിച്ചതിലുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഈദ് ആശംസകൾ കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാലിന്യ സർവീസ് കോർപ്പറേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി, ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ജോസ, അതുപോലെ തന്നെ ഈ യോഗം ചെയ്ത നമ്മുടെ പാവനത്തിന്റെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് DK മർദി വേദിയിൽ സദസ്സിലുള്ള ബഹുമാനം, ജീരാനി സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച ഇഫ്താർ സംഭവത്തിന് പ്രതീക്ഷിക്കുന്നതിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ കരുത്തോടു കൂടി ഇത്തരത്തിലുള്ള പരിപാടികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനന്മയ്ക്ക് മാനവികതയുള്ള പുതിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും മനുഷ്യന്റെ ഐക്യം കൂട്ടിയുറപ്പിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉയർച്ചയിലേക്ക് പ്രസ്ഥാനത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾക്കും BJPയുടെ നാട്ടിലെ പ്രസിഡന്റ് കുന്നംകുളം സുരേന്ദ്രൻ, അധ്യക്ഷൻ ശ്രീ മുജാബ് സാർ, അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ MLA DK മർദി, അതുപോലെ ബാക്കി വേദിയിലിരിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ സദസ്സിൽ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെ, നമുക്ക് ഈ തരം ഒരു, കാരണം നേരത്തെ നമ്മുടെ ഒരു വാസന പറഞ്ഞതുപോലെ നമ്മുടെ സാമൂഹികമായ നമ്മുടെ മനുഷ്യനെ വേർതിരിവില്ലാതെ അതിർവരമ്പുകളില്ലാതെ നമ്മുടെ സമൂഹത്തിന് ഒരു വഴികാട്ടാൻ ഒരു ഹെഡ്ലൈനോടുകൂടിയാണ് എന്നൊന്ന് ക്ഷണിക്കുമ്പോൾ ഞാൻ അവസാനം നോട്ടീസ് തന്നപ്പോൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കി കാരണം ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മയക്കുമരുന്നിനും സമൂഹത്തിൽ അറവുശാലകളിൽ പോലും ചില ദിവസങ്ങളിൽ ഒഴിവ് വരും. ഇന്ന് സമൂഹത്തിൽ
ഒരു ദിവസം പോലും ഒഴിവില്ലാതെ മനുഷ്യനെ കഷ്ടമാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമൂഹത്തിൽ നമ്മൾ ഇതേപോലുള്ള നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും ഒറ്റക്കെട്ടായി സമൂഹത്തിന് ഉദ്ബോധനം ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളെയെല്ലാം നമ്മൾ നന്മ പറഞ്ഞ് അവരെ മനസ്സിലാക്കുന്നു എന്നും ഉണ്ടെങ്കിലും പക്ഷേ എന്തിനോട്ട് തിരിയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി നമ്മളെ കുട്ടികളെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ സമൂഹത്തിന് ഉതകുന്നവരായി നമ്മുടെ ഇപ്പം മഹാത്മാഗാന്ധിജിയും അബ്ദുൽ കലാംജിയൊക്കെ നമ്മളെ ഉദ്ബോധനം ചെയ്ത ആശയങ്ങൾ അവരിലേക്ക് ശരിക്കും ഉദ്ബോധനം ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നല്ലവരായി ഒത്തൊരുമയോടുകൂടി ഈ സമൂഹത്തിന് ഇത്രയും തന്ന ഒരു വിതരണം ചെയ്ത ജിലാനി സ്റ്റഡി സെന്റർ വഴി നമുക്ക് ഇന്ന് ഈ പ്രദേശത്തിന് തന്നെ ഒരു കുറേ പാവങ്ങൾക്ക് ഒരു ധനസഹായമല്ല നമ്മുടെ ഭക്ഷ്യ വിതരണ കിറ്റ് നൽകി ആ കുടുംബത്തിന് 10 ദിവസമെങ്കിലും അവരുടെ വിശപ്പിന് ഒരു അത്താണിയായ ഈ പ്രസ്ഥാനത്തെ വളരെയധികം ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു. അതേപോലെ ഇത് വീണ്ടും ഇതൊരു നല്ലൊരു അടുത്ത വർഷം കൂടുതൽ ആദ്യത്തോടുകൂടി കൂടുതൽ പേർക്ക് ഇത് സംഘടിപ്പിച്ച് കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് BJPയുടെ ഭാഗത്തു നിന്ന് എന്നെ ക്ഷണിച്ച ഈ വ്യക്തിത്വങ്ങൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. INPSയുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഈ മഹനീയ കർമ്മങ്ങൾ ഉദ്ഘാടനം ചെയ്ത ബഹുമാനീയനും ആദരണീയനുമായ വാമനപുരത്തിൻ്റെ MLA ശ്രീ DK സർ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദി പങ്കിടുന്നത്. ജിലാനി സ്റ്റഡി സെന്റർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു ഇഫ്താർ സംഗമവും കുടിയേറ്റ് വിതരണവും ഇവിടെ നടത്തുകയാണ്. മറ്റുള്ളവർക്ക് മാതൃകയായി എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് ഉള്ള ഒരു വലിയൊരു പ്രവർത്തനമാണ് ഈ സ്റ്റഡി സെന്റർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ യഥാർത്ഥത്തിൽ ഈ റിലീഫ് ഫണ്ട് മൂന്നാമത്തെ പരിപാടിക്കാണ് പരിപാടിയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നോട്ടീസിന്റെ തലക്കെട്ട് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മനുഷ്യർക്കിടയിലുള്ള മതിൽക്കെട്ടുകൾ അതില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് നമ്മൾ പത്രത്തിലും വാർത്താമാധ്യമങ്ങളിലും കാണുന്നുണ്ട്. ബഹിരാകാശത്ത് യാത്ര ചെയ്ത് മറ്റൊരു ലോകത്ത് പോയി യാത്ര ചെയ്ത സുനിത വില്യംസ് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഇവിടെ മതിൽക്കെട്ടുകളൊന്നും കാണുന്നില്ല. എല്ലാവരും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹമെല്ലാം ഒന്നാണ് എന്ന് അവർ വളരെ വ്യക്തമായി ആദ്യമായി അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ വാർത്താമാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജിലാനി ഷെരീഫ്, ആലുവയിലുള്ള ജിലാനി ഷെരീഫ്, അതിൻ്റെ പ്രവർത്തകർ ഈ തലക്കെട്ട് കൊടുത്തത് സുനിത വില്യംസിനെ കണ്ടുകൊണ്ടല്ല എന്നുള്ളതാണ്. നേരത്തെ ഈ തലക്കെട്ട് ഈ ജിലാനി ഷെരീഫിൽ തന്നെ പല പ്രവർത്തനങ്ങളിലും അവർ തലക്കെട്ടായിട്ട് കൊടുക്കുന്ന വാചകം ഇതാണ് മനുഷ്യൻ. ഖുർആനിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യ സമൂഹമേ എന്നാണ്. ഖുർആനിൽ അല്ലയോ മുസ്ലിങ്ങളെ എന്ന് ഒരിടത്തും പറയുന്നില്ല, അല്ലയോ ഹിന്ദുക്കളെ, അല്ലയോ ക്രിസ്ത്യാനികളെ എന്നും പറയുന്നില്ല. മനുഷ്യ സമൂഹത്തെ നോക്കി ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ എന്നാണ്. ആ ഒരു വാചകം വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ തലക്കെട്ടുകളൊന്നുമില്ല, ഇതിൻ്റെ ഇടയിൽ വേർതിരിവ് ഒന്നുമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലാവർക്കും ജാതിയുണ്ട്, മതമുണ്ട്. അവരുടെ മതങ്ങൾക്കനുസരിച്ച് അവരുടെ ആരാധന നടത്തുന്നു, അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് പറയാനുള്ളത്, ഖുർആൻ ഒരു സ്ഥലത്തും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എപ്പോഴും സത്യവും ക്ഷമയും
സാഹോദര്യവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഒരു അധ്യായത്തിൽ വല്ലസരി കാലത്തെ കൊണ്ട് അള്ളാഹുവിന്റെ സത്യം ചെയ്ത് പറയുകയാണ്, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്. സത്യത്തിൽ വിശ്വസിച്ചവരൊഴികെ അതിന്റെ കൂടെ സർക്കർമ്മങ്ങൾ രക്ഷിക്കാത്തവരൊക്കെ പരാജയത്തിലാണ് എന്നാണ് പറയുന്നത്. തീവ്രവാദം സൽക്കർമ്മങ്ങളാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. ഏതോ ദുബന്ധികൾ എവിടെയൊക്കെ ഇരുന്ന് മുസ്ലിം സമൂഹത്തെ ചൂണ്ടിക്കൊണ്ട് അവർ തീവ്രവാദി സമൂഹമാണ് എന്ന് വിളിച്ചു പറയുകയും അത് ഏറ്റുപറയുവാൻ മറ്റ് സമൂഹങ്ങൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് പിന്നിൽ നിന്ന് കൈയടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാറ്റം വരണം. ജിലാനി ഷരീഫിലേക്ക് എനിക്ക് പോകാൻ ഭാഗ്യം കിട്ടിയവരാണ്. ബഹുമാനായ ശൈഖുന മുഹമ്മദ് യൂസുഫ് സുൽത്താന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ആ കോമ്പൗണ്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വലിയൊരു പ്രത്യേകതയാണ്. ഞാനിപ്പോ അവിടെ മനസ്സിനൊരു നല്ലൊരു സമാധാനം ഉണ്ടായി. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച അവിടെ നടക്കുന്ന സുലാത്ത് മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് മറ്റ് ദിവസങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല. എന്തൊക്കെയായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ഇതേപോലുള്ള പരിപാടികളിൽ ആലുവയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ വിളിച്ച് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഷെയ്ഖുനയുടെ മകൻ ഡോക്ടർ നിസാമുദ്ദീൻ സുൽത്താൻ അദ്ദേഹം മനുഷ്യ സമൂഹത്തിലേക്ക് വിളിച്ച് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി സാഹോദര്യത്തിനും വേണ്ടിയും മാത്രമാണ്. അവിടെ ജാതിയൊന്നും അതിനകത്ത് ഇല്ല. എല്ലാവരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് എന്റെ രോഗം മാറ്റാൻ അല്ലെങ്കിൽ എന്റെ സാമ്പത്തികം എന്റെ കടം തീർക്കുവാൻ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിലോ ചെല്ലാൻ നമുക്ക് പറ്റൂല. എനിക്ക് നാളെ ആഗ്രഹം മരണാനന്തര ജീവിതം എനിക്ക് വിജയത്തിലേക്ക് നയിക്കണം. എന്റെ മരണശേഷം എനിക്ക് വിജയമുണ്ടാകണം. എല്ലാവർക്കും മരണമുണ്ട്. എല്ലാവരും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. സനാതന ധർമ്മങ്ങളിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണുന്നു, ഈശ്വരൻ ഒരാള്, ദൈവം ഒന്ന്. സനാതന ധർമ്മങ്ങളിൽ പ്രത്യേകിച്ച് പറയുന്നതാണ്. ഖുർആനിൽ പറയുന്നു ദൈവം ഒന്ന്, ഏക ഇലാഹിയായ അല്ലാഹു. ക്രിസ്ത്യൻ സമൂഹത്തിലും പറയുന്നു അങ്ങനെ. അതിൽ പല പണ്ഡിതന്മാരും പലരും പല രീതിയിൽ പറയുന്നുണ്ട്. എല്ലാം ഒന്നാണ്. ഒന്ന് നോക്കുമ്പോൾ ഇവിടെ ഈ അടുത്ത കാലത്തായിട്ട് ഈ കാഫിർ പ്രയോഗങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇസ്ലാമിൽ കാഫിർ എന്ന് പറഞ്ഞൊന്നുമില്ല. അങ്ങനെ പറയുന്നത് ദൈവവിശ്വാസികളെ കാഫിർ എന്ന് പറയില്ല. ഇസ്ലാം ദൈവവിശ്വാസികളെ കാഫിർ എന്ന് പറയില്ല. അതിപ്പോ വലിയ വിവാദമായി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വേദി പറയുന്നത്. ഇന്നലെ ഏതോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സുഹൃത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ് കാഫിർ പ്രയോഗം ഇസ്ലാമിലില്ല. ആ കാഫിർ എന്ന് പറയുന്നത് നിരീശ്വരവാദികളെ മാത്രം ദൈവത്തെ വീക്ഷിക്കുകയും ദൈവത്തെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നോക്കിയാണ് കാഫിർ. അപ്പോ ആ ഒരു ഭാഗം നമുക്കില്ല. കാഫിർ എന്ന് പറയുന്നൊരു ഭാഗമേ ഇല്ല. അത് പറഞ്ഞുകൊണ്ട് ആരും വിവാദം ഉണ്ടാക്കുവാനും ഒരു പ്രശ്നം ഉണ്ടാക്കുവാനും ഇവിടെ നിൽക്കേണ്ട കാര്യം. കാഫിർ എന്ന് പറയുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു വലിയൊരു സമുദായത്തിൽ ഞാൻ ജനിച്ചു വളർന്നത് കൊണ്ട്, ഞാൻ പഠിച്ചത് കൊണ്ടും, ഇസ്ലാമിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും എപ്പോഴും പഠിച്ചത് കൊണ്ട് ഒരിക്കലും ഒരാളിനെ മറ്റ് മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണുകയല്ലാതെ വേർതിരിച്ച് മറ്റൊന്നും പറയുന്നില്ല. നമസ്കാരം നമ്മൾ തുടങ്ങുന്നു. നമ്മൾ 5 നേരം നമസ്കരിക്കുന്നവരാണ് മുസൽമാൻ. നമസ്കരിക്കാത്ത ഒരാളിനെ മുസൽമാൻ എന്ന് പറയാൻ പറ്റില്ല. അടി വച്ച് വെച്ചിരിക്കുന്ന ഒരു മുസൽമാൻ അവൻ 5 നേരം നമസ്കരിക്കും. ആ നമസ്കരിക്കുമ്പോൾ അതിൽ വനിയത്ത് എന്ന് പറയുന്ന ഒരു നിയത്തുണ്ട്. അതിൽ പറയുന്നു ഇന്ന സലാത്തും നമസ്കാരവും വനസുഖി എന്ന മറ്റെല്ലാ ആരാധനയും വമഹിയായ എന്റെ ജീവിതവും വമാത്തി എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ ഏകൈലാഹിയായ അല്ലാഹുവിന് വേണ്ടിയാണ്. അങ്ങനെയുള്ളവരുടെ കുഴപ്പം കാണിക്കാൻ പറ്റില്ല. ഇനി ആര് പറഞ്ഞാൽ അത് പറ്റില്ല. അങ്ങനെയുള്ള ഒരു സമുദായമാണ് ഇസ്ലാം സമുദായം. ഹിന്ദു സമുദായത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. മഹാനായ വ്യാസമഹർഷി വളരെ വ്യക്തമായ ശേഷം വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പുരാണം എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭവിഷ്യപുരാണം ഞാനതൊന്ന് വായിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അതില് കാന്തം 3-4 വാചകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. ഏകശ്രീ അന്തരേ മഹാനദിക്കാത ശിഷ്യസാഗ സമന്വിത
ಗಂಗಾಚಲೈಸ್ತ ಸಂಧ್ಯಾಪ್ಯ ಪಂಚಗೌಡ ಸಮನ್ವಿತ ലിംഗച്ചേ നിശിഖാകിന സുറുമ സദാരി സദൂചക. അതിൽ പറഞ്ഞിരിക്കുന്നത് വ്യാസമഹർഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഏകസ്മിൻ നന്ദനെ വിളച്ചേ ആചാര്യേണ സമന്വിക. ലോകം അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകം ഇരുട്ടയുഗത്തിലേക്ക് നീങ്ങുമ്പോൾ ലോകത്തെ സമന്വയിക്കുവാൻ വേണ്ടി ഒരു പ്രവാചകൻ വരും. ആ പ്രവാചകന്റെ പേര് സംസ്കൃതത്തിൽ വ്യാസമാക്കിയിരിക്കുന്നു. ആ പ്രവാചകന്റെ പേര് സംസ്കൃതത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവിടെ എവിടെയെങ്കിലും തീവ്രവാദം കാണുന്നുണ്ടോ? നമ്മളാരെങ്കിലും തീവ്രവാദമുണ്ടോ? ഹിന്ദു മതത്തിൽ തീവ്രവാദമുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് മുസ്തൈലനവ സംസ്കാര ഖുറൈശി ഭരണകൂടത്തിൽ വിശുദ്ധമായ തറവാട്ടിൽ ജീവിക്കുന്ന മരുഭൂമിയിൽ ജീവിക്കുന്ന മഹാനായ പുരോഹിതൻ നാളെ ഈ ലോകത്തെ സമുദ്രിക്കുവാൻ ഈ രാജ്യത്ത് വരും. അത് വ്യാസമഹർഷി ഈ ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്നതിന് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഭവിഷ്യപുരാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ശേഷം വരുന്ന ആൾക്കാർ എന്താണ് തീവ്രവാദം, എന്തിനാണ് നമ്മുടെ ജാതീയ സ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്? മനുഷ്യനായി കണ്ടുകൊണ്ട് മനുഷ്യത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇനിയും കൊണ്ടുവന്നില്ല എങ്കിൽ ഈ അടുത്ത കാലത്ത് വളരെയധികം ജാതീയപരമായി, ഞാൻ തുറന്നു പറയുകയാണ്, ജാതീയപരമായി ഹിന്ദുക്കളെയും മുസൽമാനെയും ക്രിസ്ത്യാനികളെയും വേർതിരിക്കുന്ന, നേരത്തെ MLA പറഞ്ഞതുപോലെ വേർതിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അത് ഞാൻ അടിമാനായിട്ട് പറയാം, ഈ രാജ്യത്തിന് അപകടമാണ്, എപ്പോഴും അപകടമാണ്. ഈ രാജ്യത്തിന് സാമൂഹ്യ പ്രശ്നം, ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകാനെന്താണ് ഇത് ഭാവിയിൽ ഉപകരിക്കില്ല. ഈ റമദാൻ മാസത്തിൽ ഈ നടക്കുന്ന ഇതേപോലുള്ള പരിപാടികളിൽ എല്ലാവരും ഉണ്ട്, എല്ലാ ജനപ്രതിനിധികളും ഇവിടെയുണ്ട്. ഞാൻ അണ്ടൂർപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ 17 വരെ കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റാണ്. ഇവിടെ 10-20-25 കൊല്ലമായി നല്ല ബന്ധമാണ്. ഞാൻ സ്കൂളിലെ അധ്യാപകനാണ്, മാതൃകാ അധ്യാപകനാണ്. വളരെയധികം സ്കൂളിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്റെ ബാല്യകാല സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നു. എന്റെ ആദ്യത്തെ കൂട്ടുകാരനാണ് അൻസാരി സാഹിബ്. ഇതുമായിട്ട് ഈ ജിലാനി ഷെരീഫിലേക്ക് എന്നെ ക്ഷണിച്ചതും അവിടെ എറണാകുളത്ത് എന്നെ കൊണ്ടുപോകാൻ നിർബന്ധിച്ചതും അൻസാരിയാണ്, എന്റെ ആദ്യത്തെ കൂട്ടുകാരൻ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയുള്ളത്. അതുകൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് ഇതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ നാളെ മരണപ്പെടുമ്പോൾ നമുക്ക് താങ്ങുന്നവരുമായി നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകുവാൻ ഒരാളുടെ, ഒരു ഷെയ്ഖിനോട് സഹായം വേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്റെ ഈ ഒരു ചെറിയ പരിപാടി, അത് വലിയ പരിപാടിയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വന്നപ്പോഴാണ് ഇത് വലിയ പരിപാടിയാണെന്ന് മനസ്സിലായത്. ഈ ഒരു വലിയ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിനും എന്നെ ഇവിടെ എനിക്ക് ഇന്ന് വരാൻ കഴിഞ്ഞതും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ ആരോ പ്രസംഗിച്ചവൻ പറഞ്ഞ് ഇതിന്റെ ബാല്യമാണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ കമ്പനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യൗവനത്തിലേക്ക് കടക്കുമ്പോൾ ഈ ജീലാനി ഷെരീഫും ഈ സെന്ററും എല്ലാം ലോകത്ത് എല്ലാവരും അറിയപ്പെടുന്ന ഒരു സംഘടനയായി ഇത് പ്രിയപ്പെട്ടവരെ, ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നത് ജീലാനി സ്റ്റഡി സെന്റർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ കന്യാൽ അൻസാരി സാറാണ് സ്ഥാനിക്കുന്നത്. യോഗാധ്യക്ഷൻ ജീലാനി സ്റ്റഡി സെന്റർ ജില്ലാ പ്രസിഡന്റ് മുജാബ് സാർ, ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് കെ MLA സാർ, മുഹമ്മദ് ഷാഫി ഫൈസി, ശ്രീ ജയൻ, ശ്രീമതി ജയകുമാരി, ശ്രീ അനി കെ, ശ്രീ അൽകുമാർ, ശ്രീ കെ സുരേഷ് കുമാർ, ഫാദർ റോസിയ, ശ്രീ കുഞ്ഞുകൃഷ്ണൻ, സുനിൽ, അഡ്വക്കേറ്റ് ഷാജു KS, സുന്ദർ കുതിരാട്ടു, ശ്രീ കൊടിമോൻ അഷ്റഫ്. ഇന്നിവിടെ ഇപ്പോൾ നമ്മുടെ പരിപാടിയുടെ അവസാന നിമിഷമാണ്. എല്ലാവരും നമ്മുടെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ നമുക്ക് നന്ദി പറയുന്നതിന് മുമ്പ് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. സമയം ഏതാണ്ട് എത്തി കഴിഞ്ഞു. ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ ജാതിഭേദമിന്റെ എല്ലാ മനുഷ്യരെയും ഈക്വലായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള പൈശാചികമായ ശക്തി, നമ്മുടെ ഇതിൽ ശൈത്താൻ
മറ്റൊരു പൈശാചികമായ ഒരു ശക്തി നമ്മളെ ഹൃദയത്തിൽ സ്ഥാപിച്ചു. അത് നമ്മളെ ഹൃദയത്തിൽ തുടച്ചു നീക്കണമെങ്കിൽ ദൈവവുമായിട്ട് അടുത്ത, അള്ളാഹുവുമായിട്ട് അടുത്ത അള്ളാഹുവിന്റെ പ്രതിനിധികളെ നമ്മൾ തേടി പിടിക്കുക തന്നെ വേണം. ഇല്ലേ, അങ്ങനെ ഒന്നില്ല എങ്കിൽ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് അറിഞ്ഞ ഇന്നൊരു യുവാവ് ഒരു വീട്ടിലെ 7ഓളം പേരുടെ ചിറ്റിയെ കൊണ്ടടിച്ച് കൊന്നതുപോലെ അങ്ങനെ ഓരോ രോഗങ്ങളും നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുസ്ലിം എന്നോ ഹിന്ദി എന്നോ ക്രിസ്ത്യാനി ഒന്നോ ഇല്ല. ഏതൊരു മനുഷ്യവും ഇന്ന് ജീവിച്ചിരിക്കുന്ന ശൈഖുൽ ഇസ്ലാം ഷാ ഖാദിരി ജിസ്തി ആ മഹാന്റെ മുന്നിൽ പോയി നമ്മുടെ ഏത് ആവലാതിയും പറഞ്ഞാൽ ആ നിമിഷം അതിന് പരിഹാരം ഉണ്ടാവും. അതിന് യാതൊരു ചെലവുമില്ല. ഏത് മനുഷ്യനെയും മനുഷ്യനായിട്ട് കാണുന്ന ഒരു മഹാനവറുകളാണ് ജീവിച്ചിരിക്കുന്ന മഹാനവറുകൾ. അതിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ സമീപിക്കുന്നവൻ അവനെ ഒരു കുഞ്ഞ് പ്രസവിച്ച മനസ്സായിരിക്കും മരണം വരെ. ഒരു കുഞ്ഞിന്റെ മനസ്സ് നിഷ്കളങ്കമായിരിക്കും, അല്ലെ? അപ്പൊ ഇവിടെ അക്രമം ഉണ്ടാവും, അനീതി ഉണ്ടാവും, കൊലപാതകം ഉണ്ടാവും, വർഗീയത ഉണ്ടാവും, ഇതൊന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാം അവിടെ പോയി രക്ഷപ്പെട്ടത് ആ മഹാന്റെ കൈപിടിച്ചതിന് ശേഷമാണ്. സമാധാനം ഏറ്റവും പെട്ടെന്ന് കൊടുക്കുന്ന ഒരു സാധനമാണ് സമാധാനം. ഇന്ന് സമ്പത്തുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്, പക്ഷെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, രാത്രി ഉറക്കമില്ല. അതിന് മരുന്നുണ്ടാവും, മരുന്നുണ്ട്, ചിലപ്പോൾ ഒരുപാട് ഗുളികൾ കഴിക്കേണ്ടി വരും. അതോടുകൂടി ചിലപ്പോൾ ആളും തട്ടിപ്പോകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടെ കൂടിയ വേദിയിലുള്ള എല്ലാവർക്കും ഒറ്റവാക്യം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നോമ്പ് തുറക്കാൻ ഏതാണ്ട് സമയമായി പോയി. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളും നമ്മളിപ്പം വാങ്ങാൻ വന്ന ആൾക്കാർ, എല്ലാ സഹോദരന്മാരും ഇതിന്റെ പങ്കാളിയായിട്ട് മാത്രം പിരിയാവുന്ന അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അതിലേക്ക് പോകാം. അവിടെ എല്ലാ ക്രിയകളും ചെയ്തുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു.